തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളുടെ മുഖമുദ്ര. ഓട്ടംതുള്ളൽ എന്ന കലാരൂപം ഉണ്ടായതിനു പിന്നൊരു കഥ മിക്ക പ്രേക്ഷകർക്കും അറിയാം. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്തിന് മിഴാവ് കൊട്ടുകയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അതിനിടയിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. അത് കണ്ട ചാക്യാർ അദ്ദേഹത്തിനെ അരങ്ങത്ത് വെച്ച് തന്നെ നന്നായി പരിഹസിച്ചു. നമ്പ്യാർ അപമാനിതനായി എന്ന കാര്യം പറയാമല്ലോ. അപമാനിതനായ നമ്പ്യാർ പകരം വീട്ടാൻ തുടങ്ങിയ കലാരൂപമാണ് ഓട്ടംതുള്ളൽ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമായ പാലക്കാട്ടെ കിള്ളിക്കുറിശ്ശി മംഗലത്ത് കലക്കത്ത് ഭവനം, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ഈ കലക്കത്ത് ഭവനം കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് കാണാനൊരു അവസരം. അവിടെ നമ്മുടെ പ്രതിനിധി നിഖിൽ പ്രമേഷുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സട്ടേറിൻ്റെയൊക്കെ ഉപജ്ഞാതാവെന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാവുന്ന ഒരാളിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഈ നർമ്മത്തിൽ പൊതിഞ്ഞ് സാമൂഹ്യ വിമർശനം അത് ആവോളം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമുക്ക് ഈ വീടിന്റെ ഉള്ളിലെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കത് ഒരു ബോക്സിൽ വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. ഇന്നിപ്പോൾ വലിയ പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഓട്ടംതുള്ളൽ അടക്കം ഒരുപാട് പരിപാടികൾ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്മാരകത്തിന്റെ നേതൃത്വത്തിൽ വർഷാവർഷങ്ങളിൽ ഇത് സംഘടിപ്പിക്കാറുണ്ട്. നമുക്ക് ഒന്ന് ഈ ഭവനത്തിന്റെ, അദ്ദേഹത്തിന്റെ ജന്മഗൃഹത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവടക്കം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അത് കാണുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്കൊക്കെ തന്നെ അത് കാണാൻ വേണ്ടി ഈ സ്മാരകം അവസരം ഒരുക്കിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള മിഴാവാണ്. അതിവിടെ വളരെ ഭംഗിയായി തന്നെ പരിപാലിച്ചു പോരുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി ഇതിങ്ങനെ ഇവിടെ നിലനിർത്തി പോരുന്നുണ്ട്. എന്തായാലും ആദ്യകാലത്ത്, അതായത് ഇപ്പോഴാണ് ഈ സറ്റയർ പരിപാടികളൊക്കെ സജീവമാകുന്നതെങ്കിൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ സാമൂഹ്യ വിമർശനം, ആരെയും മുഖത്ത് നോക്കി വിമർശിക്കാനുള്ള വഴിയൊരുക്കിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു വീടാണിത്. അത് അതേപോലെ തന്നെ വളരെ ഭംഗിയായി തന്നെ പരിപാലിച്ചു പോരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇപ്പൊ ഒരുപാട് പ്രതിസന്ധി ഈ കുഞ്ചൻ സ്മാരകം നേരിടുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നൽകിയിരുന്നു. എത്രയോ മാസങ്ങളായി ഇവിടുത്തെ ജീവനക്കാർക്ക് വേതനം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലാണ്. ഇന്ന് നിരവധി പരിപാടികൾ, അക്ഷരശ്ലോകം അടക്കമുള്ള ഒരുപാട് പരിപാടികൾ ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ ദിനം വളരെ സമുചിതമായി തന്നെ കൊണ്ടാടാനാണ് ഇവിടെയുള്ള അധ്യാപകരുടെയും കുട്ടികളുടെയും ഒക്കെ തീരുമാനം. അവർ ആ പരിപാടികളിലേക്കൊക്കെ അല്പസമയത്തിനകം, ഇന്ന് നിങ്ങളുടെ പരിപാടികളൊക്കെ ഉണ്ടല്ലേ? ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, തുള്ളലുണ്ട്. നിങ്ങൾ ഇവിടെ സ്മാരകത്തിൽ പഠിക്കണം? അതെ അതെ അതെ. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറി, ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. തുള്ളലാണോ എല്ലാരും? അല്ലല്ല, ഞങ്ങൾ മോഹിനിയാട്ടാണ്. അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ ഒരുപാട് പരിപാടികൾ ഇന്ന് ഇവിടെ ഒരുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇപ്പോ ഇവിടെ നിന്ന് ഒരു അദ്ദേഹത്തിന്റെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗികമായി ഈ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും. എസ് കെ ലക്കിടിയിലെ കലക്കത്ത് ഭവനത്തിൽ നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയായിരുന്നു. എന്തായാലും കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദിനമാണ്. ഒരുപാട് പരിഹാസ കവിതകളും അതേപോലെ തുള്ളലും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ആളാണ്. ഓട്ടംതുള്ളൽ എന്ന കലാരൂപം ഏറ്റവും ജനകീയമായിട്ടുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ക്രെഡിറ്റേ ഉള്ളൂ, അത് കുഞ്ചൻ നമ്പ്യാരുടെ സൃഷ്ടിയാണ് എന്നത്. അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓട്ടംതുള്ളൽ എന്ന കലാരൂപത്തെക്കുറിച്ചും ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു തനത് കലാരൂപം പോലെ വന്ന ഓട്ടംതുള്ളൽ ഇപ്പം സംസ്ഥാന